2016 പിണറായി വിജയൻ അധികാരത്തിൽ വരുമ്പോൾ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ ബോർഡില്ല, ഓഫീസില്ല, പൂട്ടി അവർ സ്ഥലം വിട്ടു. പക്ഷേ നമ്മൾ 25% പണം അടയ്ക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ട് ഈ ഗവൺമെന്റ് നിശ്ചയദാർഢ്യമുള്ള ഗവൺമെന്റ് ആയതുകൊണ്ട് ഈ ഗവൺമെന്റ് 6000 പരം കോടി രൂപ മുടക്കി ആ പദ്ധതി പൂർത്തീകരിക്കുക ചെയ്തത്. അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയുടെ സ്ഥിതി എന്തായിരുന്നു? സ്കൂളുകൾ തുറന്നാൽ പുസ്തകം കിട്ടുമായിരുന്നു. ഓണക്കാലം കഴിഞ്ഞാൽ പോലും പുസ്തകം കിട്ടാത്തൊരു സാഹചര്യമായിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത്. സ്കൂളിന്റെ പാശ്ചാത്തല സൗകര്യങ്ങൾ വളരെ ദയനീയമായിരുന്നു. ചോർന്നൊലിക്കുന്ന സ്കൂളുകൾ, അവർക്ക് പെൺകുട്ടികൾക്കൊക്കെ ബാത്റൂമിൽ പോകാനുള്ള സൗകര്യങ്ങൾ പോലും ഇല്ലാത്തൊരു കാലഘട്ടമായിരുന്നു അത്. ഇത് സ്കൂളിന്റെ അവസ്ഥ എന്താ? ഹൈടെക് സ്കൂളുകളായി മാറിയിരിക്കുന്നു. അതിന് തുടക്കം കുറിച്ചത് കോഴിക്കോട് MLA പ്രദീപന്റെ മണ്ഡലത്തില് നമുക്കറിയാം. ഒരു സ്കൂൾ വിൽക്കാൻ തീരുമാനിക്കുകയും ജനകീയ പ്രക്ഷോഭം ഉണ്ടാകുകയും ആ സ്കൂൾ നവീകരിക്കുകയും ചെയ്തു. ഇന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്കൂളായി മാറിയിരിക്കുന്നു. അവിടുത്തെ ആനിവേഴ്സറി പരിപാടിക്ക് പങ്കെടുക്കാൻ വരുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ ഗായകൻ AR റഹ്മാനാണ്. ആ സ്കൂള് പോയ പോക്ക് കണ്ടോ? രാജ്യത്തെ ഏറ്റവും വലിയ ഹൈടെക് സ്കൂളായിട്ട് അത് മാറിയിരിക്കുന്നു. വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടായ വളർച്ച അതിഭയാനകമാണ്. 5000 കോടി രൂപയുടെ വികസന പരിപാടി വിദ്യാഭ്യാസ മേഖലയിൽ ഈ ഗവൺമെന്റ് മുടക്കി. വിദ്യാഭ്യാസ മേഖലയിൽ രാജ്യത്തെ 141 സ്കൂളുകൾ തിരഞ്ഞെടുത്തു. ആ തിരഞ്ഞെടുത്ത സ്കൂളുകൾക്ക് 5 കോടി രൂപ വെച്ച് അത് നവീകരിക്കാൻ ഉപകരിച്ചു. 139 എണ്ണത്തിന് പണി പൂർത്തിയായി. ഒരു സ്കൂളിന് 5 കോടി രൂപ. 141 എണ്ണത്തിന് എത്രയായി? 75 കോടി രൂപ മുടക്കി കഴിഞ്ഞിരിക്കുന്നു. 90% പണി പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 3 കോടി രൂപ മുടക്കി 346 സ്കൂളുകൾ നവീകരിക്കുന്നു. 195 സ്കൂളുകളുടെ പണി പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. 1 കോടി രൂപ മുടക്കി 495 സ്കൂളുകൾ നവീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന്റെയും ഭൂരിഭാഗം പണികളും പൂർത്തീകരിച്ചു വരികയാണ്. വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ മാറ്റങ്ങൾ വിപ്ലവകരമല്ലേ? നമ്മുടെ യൂണിവേഴ്സിറ്റികളൊക്കെ ലോക നിലവാരത്തിലേക്ക് ഉയർന്നില്ലേ? കൊച്ചി യൂണിവേഴ്സിറ്റിയും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയും മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റിയും കേരള യൂണിവേഴ്സിറ്റിയും ഒക്കെ ലോക നിലവാരത്തിലേക്ക് ഉയർന്നില്ലേ? 8 യൂണിവേഴ്സിറ്റികൾക്കും 342 കോളേജുകൾക്കും NAC അക്രഡിറ്റേഷൻ കിട്ടിയിരിക്കുന്നു. ലോക നിലവാരമുള്ള 100 സ്കൂളുകൾ ഇന്ത്യയിലെടുത്താൽ അതിൽ 16 എണ്ണവും ഈ കൊച്ചു കേരളത്തിലാണ്. ലോക നിലവാരമുള്ള 200 സ്കൂളുകൾ ഇന്ത്യയിൽ എടുത്തു കഴിഞ്ഞാൽ അതിൽ 42 സ്കൂളുകൾ കേരളത്തിലാണ്. വിദ്യാഭ്യാസ മേഖലയിലുണ്ടായ മാറ്റങ്ങൾ അത്ഭുതപൂർവമല്ലേ? ഇന്ന് കേരളം വിദ്യാഭ്യാസത്തിന്റെ ഹബ്ബായി മാറിയിരിക്കുകയാണ്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും വിദ്യാർത്ഥികൾ കേരളത്തിലേക്ക് ഒഴുകുന്ന ഒരു സാഹചര്യം കേരളത്തിലുണ്ടായിരിക്കുകയാണ്. അത്രമാത്രം അത്ഭുതപൂർവമായ മാറ്റങ്ങളാണ് ഈ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആരോഗ്യരംഗത്തിന്റെ കാര്യം എനിക്ക് മുന്നിൽ സംസാരിച്ച MLA പറഞ്ഞു. കഴിഞ്ഞ കാലഘട്ടത്തിൽ ആരോഗ്യ മേഖലയുടെ സ്ഥിതി എന്തായിരുന്നു? ഇപ്പോഴെന്തായിരുന്നു സ്ഥിതി? ഇന്ത്യ ഗവൺമെന്റ് പ്രഖ്യാപിച്ച ഏറ്റവും നല്ല മികച്ച ആരോഗ്യ സംരക്ഷണത്തിനുള്ള അവാർഡ് ഈ കൊച്ചു കേരളം കൈയടക്കിയില്ലേ? 25,782 പേർക്ക് 7,760 കോടി രൂപ മുടക്കി സൗജന്യ ചികിത്സ നൽകി. വെറും 2.6% മാത്രം ജനസംഖ്യയുള്ള ഈ കൊച്ചു കേരളത്തിന് ഇന്ത്യ ഗവൺമെന്റ് ഏർപ്പെടുത്തിയ അവാർഡ് ലഭിക്കുകയുണ്ടായി. 20 കോടി ജനങ്ങളുള്ള UPക്കാർക്ക് കിട്ടിയില്ല. 10 കോടി ജനങ്ങളുള്ള മഹാരാഷ്ട്രയ്ക്ക് കിട്ടിയില്ല. 10 കോടി ജനങ്ങളുള്ള ബീഹാറിന് കിട്ടിയില്ല. 6 കോടി ജനങ്ങളുള്ള കർണാടകയ്ക്ക് കിട്ടിയില്ല. 3.5 കോടി ജനങ്ങളുള്ള തെലങ്കാനയ്ക്ക് കിട്ടിയില്ല. പക്ഷേ ഈ കൊച്ചു കേരളം 25 ലക്ഷം പേരെ ചേർത്ത് പിടിച്ചില്ലേ? 7,72,000 രൂപ മുടക്കി അവർക്ക് സൗജന്യ ചികിത്സ നൽകിയില്ലേ? ഇന്ന് ആശുപത്രിയിൽ പോയാൽ സ്ഥിതി എന്താ? ഒരു 2:30-3 മണിയാകുമ്പോൾ രാജ്യത്തെ പൗരപ്രമുഖര് ബെൻസ് കാറിലും ഓഡി കാറിലും ഫോർച്യൂണറിലും ഒക്കെ ഗവൺമെന്റ് ആശുപത്രിയിൽ വന്ന് ചികിത്സ നേടുന്ന കാഴ്ചയല്ലേ നമ്മൾ കാണുന്നത്? അവിടുത്തെ ഹോസ്പിറ്റലിന്റെ അവസ്ഥ എന്താണ്? ഹൈടെക് ഹോസ്പിറ്റലായില്ലേ? എല്ലായിടത്തും താലൂക്ക് ആശുപത്രികള്, ജില്ലാ ആശുപത്രിയിൽ അതിഗംഭീരമായ സൗകര്യങ്ങള്. പണ്ടെങ്ങനെയാ സ്ഥിതി?
സ്വകാര്യ മുതലാളിമാർ, ആശുപത്രി മുതലാളിമാർ ഈ രാജ്യത്തെ സാധാരണക്കാരടക്കം അഭയം തേടേണ്ടത് സ്വകാര്യ ആശുപത്രിയിലായിരുന്നു. അവിടെ പണം കൊടുത്ത് ചികിത്സിക്കാൻ ഈ സാധാരണക്കാർക്ക് കഴിയാത്ത അവസ്ഥയായിരുന്നു. ഇന്ന് പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ അതിമിടുക്കരായ ഡോക്ടർമാരാണ് സ്വകാര്യ ആശുപത്രിയിൽ ഇരിക്കുന്നത്. അവിടെ മരുന്നുകൾ ലഭിക്കുന്നു, ഓപ്പറേഷനുകൾ നടക്കുന്നു, ചികിത്സകൾ ലഭിക്കുന്നു, എല്ലാം ലഭിക്കുന്നു. കേരളത്തിലെ 12 ജില്ലാ ആശുപത്രിയിൽ കാർഡിയോളജിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്, കാത്ത് ലാബിന്റെ സേവനം ലഭ്യമാണ്, ഹൃദയ ശസ്ത്രക്രിയയുടെ സൗകര്യങ്ങൾ ലഭ്യമാണ്. 12 ജില്ലാ ആശുപത്രികളിൽ 55,000 ഡയാലിസിസ് ഒരു മാസം ഈ കേരളത്തിൽ നടക്കുന്നു. താലൂക്ക് ആശുപത്രികളിൽ ആലോചിച്ച് നോക്കണം ഈ രാജ്യത്തെ കിഡ്നി രോഗികളുടെ അവസ്ഥ എന്തായിരുന്നു. ജില്ലാ ആശുപത്രിയിലെ നെഫ്രോളജിസ്റ്റ് ആയാലും, കാർഡിയോളജിസ്റ്റ് ആയാലും, ന്യൂറോളജിസ്റ്റ് ആയാലും, ഗാസ്ട്രോ എൻട്രോളജിസ്റ്റ് ആയാലും, അങ്ങനെ സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യങ്ങളൊക്കെ ജില്ലാ ആശുപത്രിയിൽ നമുക്ക് ലഭ്യമായിരിക്കുകയാണ്. ആരോഗ്യരംഗം അത്രമാത്രം കേരളത്തിൽ നന്നായിരിക്കുന്നു.